എടാ അളിയാ, നീ നിന്റെ റീലില്ലേ മാർട്ടിൻ സ്കോർസീസിയുടെ മറ്റേ മീം വെച്ചിട്ടിട്ട് ആ വീഡിയോ, റേസിങ്ങിൻ്റെ വീഡിയോ അതേതായിരുന്നു? ഓ എടാ അതോ, അത് 24 hours ഡേറ്റോണ. ഓ ഡേറ്റോണ 500 അതാണോ? ഫോർഡ് വേഴ്സസ് ഫെറാറി മൂവിയിലൊക്കെ കാണിക്കത്തില്ല ഡേറ്റോണ? അത് ഇത് നാസ്കാർ അല്ലേ? അല്ല അല്ല, പിന്നെ ഇത് എടാ അത് ഒരു സർക്യൂട്ടില്ല, പക്ഷേ ഇത് നാസ്കാർ അല്ല, ഇത് വേറെ. ഇത് നാസ്കാർ അല്ല. അപ്പോൾ അത് ഈ 24 hours ലെമാൻസ് പോലത്തെ അതാണ്. എടാ അതുപോലെയാണ്, പക്ഷേ ലെമാൻസ് വെക്കല്ലേ? വെക്കോ? എടാ വെക്ക് അല്ലെങ്കിൽ WEC എന്ന് പറയുന്നത് വേൾഡ് എൻഡുറൻസ് ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലോബലി ആയിട്ടുള്ള ഒരു എൻഡുറൻസ് ചാമ്പ്യൻഷിപ്പാണ്. അത് തന്നെയല്ലേ ഇത് എൻഡുറൻസ്? അതെ, പക്ഷേ ഇത് ഇംസയാണ്. ഇംസയോ? അതെന്തോ? എടാ ഇംസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ. അത് ഈ നോർത്ത് അമേരിക്കൻ റീജിയനിലുള്ള ഒരു സ്പോർട്സ് അക്കാഡമിയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തോ? എടാ വെക്ക് ഗ്ലോബലാണ്, അതായത് ഇന്റർനാഷണൽ ആണ്. പക്ഷേ ഈ ഇംസ കോണ്ടിനെന്റൽ ആണ്, അതായത് ഈ ELMS പോലെ. അടുത്ത് ELMS, ഇനി അതെന്തോ? ELMS എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ലെമാൻ സീരീസ്. ഞാൻ വിചാരിച്ചു ലെമാൻസ് WEC ആണ്. അല്ലല്ല, യൂറോപ്യൻ ലെമാൻ സീരീസ് 24 hours ലെമാൻസ് ഇല്ലേ, അതിൽ നിന്ന് ഇൻസ്പയർ ആയത്. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കുറച്ച് നേരം ഈ സമയം വേണം അതൊന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട്. പക്ഷേ 24 hours ലെമാൻസിൽ നിന്ന് ഈ ELMS വ്യത്യാസമുണ്ട്. കാരണം 24 hours ലെമാൻസ് WEC ആണ്. എടാ നിനക്ക് ചിലപ്പോൾ ഇയാളെ മനസ്സിലാവുമായിരിക്കും, നീ ഫോർമുല 1 കാണുന്നതല്ലേ. ഇയാളെ നോക്കി. ഫിലിപ്പ് നാസറല്ലേ? ഇയാളല്ലേ ഈ ഡിറ്റോണയിൽ മറ്റേ പോർഷെ പെൻസ്കെ ടീമിൻ്റെ ചാമ്പ്യനായി. പക്ഷേ ഇയാൾ ഫോർമുല 1 2015 സൗബറിന് വേണ്ടി റേസ് ചെയ്തല്ലേ. അതുമാത്രമല്ല, ഫിലിപ്പ് നാസർ ഇപ്പോൾ ഫോർമുല ഇയിലല്ലേ ഉള്ളത്. ഈ സീരീസിൽ അങ്ങനെയാണ്. മറ്റ് കോമ്പറ്റീഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അതായത് ഈ ഫോർമുല 1 ഫോർമുല ഇയിലും ഒക്കെ മുമ്പ് പങ്കെടുത്തതല്ലേ, ഇപ്പം നിലവിൽ പങ്കെടുക്കുന്നവരും വന്ന് ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതങ്ങനെ അവർക്കത് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ എൻഡുറൻസ് റേസിങ്ങിൽ ഒത്തിരി പൈസ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ല, അത്ര ഒന്നും ഇല്ല. ഇല്ലേ? നീ പിന്നെ എന്തിനാ അവർ ഇതിനകത്തൊക്കെ പോയി റേസ് ചെയ്ത്? എന്താണെന്നറിയാമോ, മിക്ക ഡ്രൈവേഴ്സും ഈ 24 hours സീരീസ് വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് റേസിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർ പങ്കെടുക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി. ഓക്കെ. അപ്പോൾ ഈ GTDയും GTD പ്രോയും തമ്മിലുള്ള വ്യത്യാസം? അത് സ്പോർട്സ് കാർസ് ആണ്. അപ്പോൾ ഈ LMP2 എന്തോ? അത് പ്രോട്ടോടൈപ്പ്. അപ്പോൾ GTP എന്തോ വരുന്നു? GTP ഫാസ്റ്റർ പ്രോട്ടോടൈപ്സ്. ഓക്കെ, അപ്പം GTP WECയിലുള്ള എൻഡുറൻസ്, അതായത് LMDH പോലെ അല്ലേ? നിനക്ക് ഇത്രയൊക്കെ അറിയായിരുന്നില്ലേ? പിന്നെ അപ്പോൾ ഈ ബൈക്കൊക്കെ എപ്പോഴായിരുന്നു? അത് ഡേറ്റോണ ബീച്ച് ബൈക്ക് വീക്കാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റേസാണ്.